ഹേ ഗൈസ്, മാസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ആണ്. ഞാനൊരു പുതിയ വണ്ടി വാങ്ങിച്ചേക്കാണ് ഗൈസ്. ആദ്യം ഞാൻ ബെൻസ് വാങ്ങിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ അടുത്തൊരു സീൻ BMW ഞാൻ കണ്ടു ഗൈസ്. അപ്പോൾ അതങ്ങോട്ട് വാങ്ങിച്ചു. വണ്ടി കാണിച്ചു തരാം. സീനാണോ ഗൈസ്? ഞാൻ തന്നെ മോഡിഫിക്കേഷനൊക്കെ ചെയ്തെടുത്താണ്. കളറൊക്കെ ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. സ്പോയിലറൊക്കെ വെച്ചിട്ടുണ്ട്. എക്സോസ്റ്റൊക്കെ മൊത്തം മാറ്റി. സ്പോർട്സ് ടയർ, എക്സോസ്റ്റ്, ബ്രേക്കൊക്കെ അങ്ങോട്ട് മാറ്റി. ബ്രേക്ക് കുറവായിരുന്നു. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 306 ഗൈസ്. സീനാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മിക്ക വണ്ടികളിലും ബോഡി കിറ്റിൽ ചിലതൊക്കെ കോയിനായിരിക്കൂലേ, എന്നാലും ഇതിൽ കോയിന് വേണ്ട, എല്ലാം ക്യാഷ് തന്നെയാണ്, കോയിനൊന്നും വേണ്ട. ഞാനിനി ഉള്ളിൽ കയറി കാണിച്ചു തരാം. ഉള്ളിൽ കയറി ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള വ്യൂ. ഇതിൽ ഈ രണ്ട് സീറ്റിലും ഇരിക്കാം, പിന്നെ ബാക്കിലിരിക്കാൻ പറ്റും. സീനാണ്. ഇതും കൊണ്ട് ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ഈ വണ്ടി ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് കളിച്ചതാണ്. ഞാനിങ്ങനെ എവിടെ വെച്ചാണ് ഡ്രിഫ്റ്റ് ചെയ്തത്? ഇവിടെ വെച്ച്. ഇതെൻ്റെ ഒരു ഹോട്ടലാണ് ഗൈസ്. ഇതിൻ്റെ മുന്നിൽ വെച്ചതേ ഇങ്ങനെ ഇങ്ങനെ ഈ റിവേഴ്സ് അടിച്ചതേ ഇങ്ങനെ കറക്കി കളിച്ച കേട്ടോ ഗൈസ്. കറക്റ്റ് BMW മറ്റേ ആ ലോഗോ ഇല്ലേ, ആ ലോഗോ കറക്റ്റ് ഇങ്ങനെ ഒരു സർക്കിളല്ലേ, ആ സർക്കിളിനെ പോലെ ആക്കിയതേ. ഇപ്പോൾ കാണിച്ചു. ഇത് കണ്ട ഗൈസ്, കണ്ടോ? ഒരു കറക്റ്റ് സർക്കിളായില്ലേ. ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച കറക്റ്റ് സർക്കിള്. ഇവിടെ BMW കൊണ്ട് ഏതിയാ മോനെ സെറ്റ്. ഏതാ? ഞാൻ ഇവിടെ പോയി കാശെടുക്കട്ടെ. ഓക്കെ, ഞാൻ ഈ കാറിൻ്റെ ഒരു റിവ്യൂ എടുക്കുകയാണ്. ഏതാ ഇതിൻ്റെ കണ്ണ് കണ്ട, ഹെഡ്ലൈറ്റ്, പിന്നെ ഇതിൻ്റെ ഹൈറ്റ് വയ്ക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ പേരെന്താ ഞാൻ മറന്നുപോയി. സസ്പെൻഷൻ ഞാൻ നന്നായിട്ട് കുറച്ച് ഇട്ടേക്കണേ. ശരിക്കും പറഞ്ഞാൽ അടി മുട്ടേണ്ടതാണ്, എന്നാലും എനിക്ക് നന്നായിട്ട് കുറയ്ക്കണം. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചിട്ടില്ല. ഞാൻ ഇന്നലെ ഡെസേർട്ടിൽ പോയി എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ, ഫ്രണ്ടിൻ്റെ കൂടെ. ഏതാ വണ്ടി? സീൻ സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. നമുക്ക് വേറൊരു സ്ഥലത്ത് പോവാം, എന്നിട്ട് ഞാൻ പറയാം ഈ വണ്ടീനെ കുറിച്ചുള്ള ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതെങ്ങോട്ടാ പോണേന്ന്. മറ്റേ ആ ഒരു ടവറിൻ്റെ ഒക്കെ സ്ഥലത്തിൻ്റെ ആ ഒരു വഴിയാണ്. ഈ വണ്ടി ഞാൻ മാക്സിമം ഇടിക്കാതെ കൊണ്ടുവന്ന് നടക്കാനാണ് എൻ്റെ പ്ലാൻ. ഏതാ വൈബ് അവിടെ കൊണ്ടുവന്ന് ഇടണം, എന്നാലും സമയം പോവും. ഏതാ വണ്ടി നോക്കിയേ. അതെ, അലോയ് നോക്കുക. അലോയ് ഞാൻ ചേഞ്ച് ആക്കിയിട്ടില്ല. ആ അലോയ് അടിപൊളിയാണ്. ബാക്ക് എക്സോസ്റ്റീന്നൊക്കെ തീയാണ് തീ. ഞാൻ മുകളിലത്തെ സാധനം ഈ ബോണറ്റിൻ്റെ അവിടെ ഉള്ളത് ഈ സാധനം. ഏതാ ലെവൽ സീൻ സാധനം. ഈ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിന് ഈ വണ്ടിക്കൊരു 11 ലക്ഷം എങ്ങാണ്ടാണ് ഇതിൻ്റെ പ്രൈസ് വില. എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ കണ്ണാണ്. ഈ കണ്ണ് ഏതാ ലെവല്. ഈ കണ്ണ് സീൻ സാധനം. വണ്ടി തന്നെ ഒരു തീപ്പൊരി സാധനം. നമുക്ക് ഈ വണ്ടിയും കൊണ്ട് ഒരു റൈഡ് പോവാം ഗൈസ്. എൻ്റെ വണ്ടി ആയതുകൊണ്ട് പറയല്ല, പൊളി വണ്ടി.
സീൻസാണ്. പിന്നെ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ വാങ്ങിച്ചത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബെൻസാണ് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചത്. ആ വണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ ബെൻസ് ഞാൻ കിട്ടാൻ വേണ്ടി എൻ്റെ ഒരു ട്രക്കുണ്ട്, 15 ലക്ഷം രൂപേൻ്റെ ഒരു ട്രക്ക്. അത് ഞാൻ വിറ്റു. 10 ലക്ഷത്തിന് ഞാൻ ഇട്ടു, ആരും വാങ്ങിച്ചില്ല. 9 ലക്ഷം മാക്സിമം ഞാൻ 9 ലക്ഷത്തിന് ഇട്ടു, ആരും വാങ്ങിച്ചില്ല. 7 ലക്ഷത്തിന് ഇട്ടു, ആരും വാങ്ങിച്ചില്ല. എന്നിട്ട് 6 ലക്ഷത്തിന് ഇട്ടപ്പോഴാണ് ആരാന്നൊന്നും അറിയില്ല, ഏതൊരാൾ വന്ന് വാങ്ങിച്ചത് ഗൈസ്. എന്നാലും എനിക്ക് ആ ട്രക്കിൻ്റെ പേര് പരമശിവൻ ചിന്നാട് എന്നായിരുന്നു. എനിക്ക് ആ ട്രക്കിനെ മിസ് ചെയ്യുന്നു. ഞാൻ നോക്കിയപ്പോൾ ഏതൊരാൾ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകണം. ഞാൻ ലോക്ക് ചെയ്തിട്ടാണ്, ഞാൻ അവൻ്റെ കാറും കൊണ്ട് അവൻ്റെ പുറകെ പോയി. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഗ്യാരേജിൽ പോയി നോക്കിയപ്പോൾ എൻ്റെ വണ്ടി അവിടെ കാണില്ല. പിന്നെ മനസ്സിലായി എനിക്ക് ആ വണ്ടി 6 ലക്ഷത്തിന് വിറ്റു പോയെന്ന്. ശരിക്കും പണ്ട് അതും മണ്ടത്തരമാണ്. എന്നാലും എനിക്ക് ആ ഒരു വീഡിയോയിൽ ഞാൻ ബെൻസ് കണ്ടിട്ട് എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ ആ വീഡിയോയിൽ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്, സീൻ ഹെഡ്ലൈറ്റ്. ഇവിടെ വെച്ചാൽ ഇവിടെയാണ് ഞാൻ നോക്കിയ, വെറുതെ 31,000 രൂപയും കിട്ടി. ഇതൊരു വൈബ് സ്ഥലം, BMW പിന്നെ ഈ കടല് പോലത്തെ സ്ഥലം. സെറ്റ്. എന്നാലും എനിക്ക് വിഷമമുണ്ട് എൻ്റെ ആ ട്രക്ക് കൊടുത്തതിന്. എന്നാലും ഇത്രയും സീനൊരു കാറ് കിട്ടിയില്ലേ, കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ 19 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് ഗൈസ്. പിന്നെ 25 സബ്സ്ക്രൈബേഴ്സായ ഒരു ഗീവ് സെറ്റാക്കുന്നുണ്ട്. ഞാൻ ഗീവേയിൽ എൻ്റെ ഒരു കാറുണ്ട്. ഈ കാർ പാർക്കിങ്ങിൽ തന്നെ എൻ്റെ ഒരു സിവിക്കാണ് ഗൈസ്. അത് ഞാൻ സെറ്റായിട്ട് മോഡിഫിക്കേഷൻ ചെയ്തൊരു സിവിക്കാണ് ഗൈസ്. അത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാ. ഞാൻ കാണിച്ചു തരാം. ആ സിവിക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാട്ടോ സിവിക്ക്. ബാഡ് ബോയ് എന്നൊക്കെ പേരിട്ട് ഇവിടെ ഡ്രിഫ്റ്റ് കിങ് എന്നൊക്കെ ഒരു യെല്ലോ കളർ അത്യാവശ്യം പറ്റണ പോലെയൊക്കെ ഞാൻ മോഡിഫിക്കേഷൻ ചെയ്തു ഗൈസ്. പിന്നെ ഈ LC ആണ് ഞാൻ LC കൊടുക്കാം. അതൊരു 37 സബ്സ്ക്രൈബേഴ്സായ ഈ LC ഞാൻ തരും ഗൈസ് നിങ്ങൾക്ക്. ഇത് ഷാരി പോപ്പൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ മൊത്തം വണ്ടി കാണിച്ചു തരാം. ഇത് തന്നെ എൻ്റെ ഫസ്റ്റത്തെ ലോഗിൻ കാറ്. ഇത് താറ് ഓഫ് റോഡ് പോകുമ്പോൾ ഉള്ള. ഇത് മറ്റേ റൂഫൊക്കെ തുറക്കാൻ പറ്റില്ല. ഞാൻ മറ്റേ ഇതിൽ നിന്നല്ല വാങ്ങിച്ചത്, ഞാൻ വേറൊരു സാധനത്തിൽ നിന്ന് വാങ്ങിച്ചത്. ചലഞ്ചർ ഇത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പിന്നെ ഷാരി പാപ്പിൻ്റെ ഈ വണ്ടി, പിന്നെ ഈ BMW സുപ്ര സിവിക്ക്, പിന്നെ ഈ നമ്മുടെ BMW, പിന്നെ LC ഇതാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയാണ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാലും ഞാൻ ഈ സൈഡിൽ ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഈ വണ്ടി എനിക്ക് വാങ്ങിക്കാൻ തോന്നി. മസ്താങ്ക്. എൻ്റെ ആ ട്രക്ക് എന്ന് പറഞ്ഞ് ഈ ട്രക്കായിരുന്നു അത്. ഇവിടെ പരമശിവൻ ചിന്നാടെന്നൊക്കെ എഴുതി ഒരു ട്രക്കായിരുന്നു. ഇപ്പോൾ എന്ത് പറയാനാ, കയ്യിന്ന് പോയി. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. എന്നാലും എന്ത് പറയാനാ, വിറ്റുപോയില്ലേ. അയ്യോ സൂപ്പറാണ്. എനിക്ക് വേണമെന്നുള്ള ഒരു കാറാണിത്. ഈ കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ കാറ് വേണമെന്നുണ്ട്. പിന്നെ എല്ലാ കാറും വേണമെന്നുണ്ട്. അതെ ഈ ഡിഫൻഡർ എനിക്ക് വേണമെന്നുണ്ട്. എന്നാലും പിന്നെ ഈ കാറിന് ഇതല്ലല്ലോ.
ഈ കാറിൻ്റെ ഇതിൽ ഒരു കണ്ട് ഈ ബോഡി കിറ്റിൽ മൊത്തം ഫുൾ പൈസ ക്യാഷ് കൊടുത്താൽ മതി, ഒരു കോയിൻ പോലും ചിലവാകില്ല നമ്മുടെ. അത് ലാഭമല്ലേ ഗൈസ്? ഓ എനിക്ക് ഈ വണ്ടിയും കൊണ്ടാണ് ഇനി ഇത്തിരി ദിവസത്തേക്ക് മെയിനായിട്ടും ഇത് നമുക്ക് ഒരു പ്രൈവറ്റ് വണ്ടിയായിട്ട് അങ്ങോട്ട് എടുക്കാം. ഇനി വല്ല മോഡിഫിക്കേഷൻ ചെയ്യണോ? നോക്കട്ടെ. ഇത് ബ്ലാക്ക് എടുത്ത വേണ്ട, എനിക്ക് അങ്ങനൊന്നും മറ്റതുപോലെ ഒന്നും വലുതായിട്ട് എനിക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനൊന്നും അറിയില്ല. പിന്നെ ഞാൻ എൻജിനൊന്നും സെറ്റാക്കിയിട്ടില്ല. എൻജിൻ സെറ്റാക്കിയ മോനെ വണ്ടി പറയാൻ പറ്റില്ല, പറക്കും. ഇപ്പം തന്നെ 306 കണ്ട ടോപ്പ് സ്പീഡ്. ഇപ്പം ഈ 2 ലക്ഷത്തിൻ്റെ എൻജിൻ എങ്ങാനും പിടിപ്പിച്ചാലോ ഏതാ. പിന്നെ ഇത്രയും കിറ്റ് ഒരു ടെർബോ 10,000 കണ്ട്, പിന്നെ സ്പോർട്സ് ടയർ ന്യൂ എക്സോസ്റ്റ്, അതുകൊണ്ട് നല്ല തീയൊക്കെ വരും. പിന്നെ ഈ സാധനം ഞാൻ കാണിച്ചു തരാം. ഈ സാധനം പിന്നെ ഈ ബ്രേക്കിൻ്റെ പിന്നെ ഫാസ്റ്റ് ഗിയർ ബോക്സ് ഞാൻ വെച്ചിട്ടില്ല, അതും കൂടി ബൈ ചെയ്യാം. ഓക്കെ. പിന്നെ ഈ സാധനം ഇത് പിന്നെ ഇതെന്നത് ഇത് ഈ എക്സോസിന് തന്നെ ഇതും കൂടി വാങ്ങിച്ചേക്കാം. കാശൊക്കെ എറിയാണ്, ഇതൊക്കെ എന്ത് ചെയ്യാനാ. എന്താണ്ടൊക്കെയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ ഇത് ഇത്രയും വേണ്ട. ഇത്തിരി അയ്യോ ഇത്രയൊന്നും വേണ്ട. ഓക്കെ നോക്കട്ടെ. ഇതങ്ങോട്ട് സേവ് ചെയ്യാം. ഇത് കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ വീടെന്ന് പറഞ്ഞത് ഈ ഒരു വീടാണ്. ഈ ഫസ്റ്റത്തെ നമ്മുടെ ഈ മറ്റേ ഐസ്ലാൻഡില്ലേ അവിടെയുള്ള വീടാണ് എൻ്റെ കറൻ്റ്ലി ഇപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടുള്ള വീട്. ഇതാണ്. പിന്നെ ഞാനിപ്പോൾ ഇനിയൊരു പുതിയ വീട് ഞാൻ ഒന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ആ വീട് ഞാൻ കാണിച്ചു തരാം. മറ്റേ സിറ്റി 2 മറ്റേ ഒരു വീടില്ലേ, മറ്റേ ഈ വീടാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് മിക്കവാറും. പിന്നെ എൻ്റെ കണ്ടല്ലോ എൻ്റെ കാശ്, ഞാൻ മിക്കവാറും ആ ക്യാഷ് എന്ന് പറഞ്ഞാൽ 8 ലക്ഷമാണ്. പിന്നെ മിക്കവാറും ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഞാനൊരു 4 ലക്ഷം ആക്കും, അവനൊരു 4 ലക്ഷം ആക്കും, എന്നിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞിരിക്കുവാണ്. പിന്നെ മിക്കവാറും ഇനി തൊട്ടുള്ള വീഡിയോ അവിടെ ആയിരിക്കും. പിന്നെ ആ വീട്ടിൽ നിന്ന് മാറാൻ ഞാൻ കാരണം അവിടുത്തെ ആ ഐസ് ഉള്ളതുകൊണ്ട് വണ്ടിയിൽ പെട്ടെന്ന് ഈ ഐസ് പിടിച്ച് എപ്പോഴും ഇങ്ങനെ കഴുകേണ്ടി വരും. കഴുകുമ്പോൾ നല്ലൊരു കോസ്റ്റ് ചിലവാകും, നല്ലൊരു പ്രൈസ് ആവും. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പുതിയ വീട് അതിന് 8 ലക്ഷമാണ്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ആ വീട്ടിൽ തന്നെ താമസിച്ച് മടുത്ത്. എന്നാലും ഈ വീട് നല്ലതാണ്, പൊട്ടയാണ് ഞാൻ പറയാനുള്ളത്. എന്നാലും ഒക്കെ പുതിയൊരു വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് പോയി നോക്കാം. ഞാൻ ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ലൊരു വീടാണ്. ഞാൻ അകത്തൊക്കെ ഞാൻ ഒന്ന് നോക്കി ഒരു വീഡിയോയിൽ. അത്യാവശ്യം അടിപൊളി ഒരു വീടാണ്. പൊട്ടയെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നമ്മുടെ വീടും പൊട്ടയൊന്നുമില്ല, അത് വേറെ കാര്യം. അതൊക്കെ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. തന്നെ ബാക്ക് അടിക്കാൻ പറ്റാത്തേ. ഓക്കെ. പിന്നെ 25 സബ്സ്ക്രൈബേഴ്സായ ഒരു ഗീവ് അവേ ഉണ്ട്. നമ്മുടെ ഈ സിവിക്കാണ് ഗൈസ്.
ഞാൻ മാക്സിമം നന്നായിട്ട് ഇത് പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻജിനൊന്നും ഞാൻ പിടിപ്പിച്ചിട്ടില്ല. എൻജിൻ വേണമെങ്കിൽ പിടിപ്പിച്ച് തരാം. 30ൻ്റെ എൻജിൻ അല്ല, ഞാൻ അപ്പം തരാം നിങ്ങൾക്ക്. 25 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ അത്യാവശ്യം ഇതൊക്കെ നല്ല എൻജിൻ പിടിപ്പിച്ച് തരാം. എന്താ വെച്ചാൽ എൻ്റെ ആ വീട് വാങ്ങിക്കാൻ ഒരു കാശ് വേണ്ടേ, അതുകൊണ്ട് നിങ്ങളാദ്യം 25 സബ്സ്ക്രൈബേഴ്സ് ആക്ക്, എന്നിട്ട് ഞാൻ ഇത് തരാം ഗൈസ്. യെസ്, ഞാൻ ശ്വാസം മുട്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നാളെ കാണാം. ബൈ.